Hello guys, welcome back to Riza's Place. അപ്പോൾ ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. മക്രോണിയും സേമിയയും വെച്ചിട്ടുള്ള ഒരു പായസം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് സേമിയ മക്രോണി പായസം ഉണ്ടാക്കുന്നത് എൻ്റെ താത്താൻ്റെ മോനാണ്, സജു എന്നവൻ്റെ പേര്. അപ്പോൾ അവനൊരു ചാനലുണ്ട്, അതിൽ ഗെയിമിങ്ങും ഉണ്ട് കുക്കിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ താത്താക്കൊരു ചാനലുണ്ട്, ഫാത്തിമാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരുപാട് നല്ല റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താത്താൻ്റെ മൂത്ത മോനൊരു ചാനലുണ്ട് കേട്ടോ, അജൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്. അപ്പോൾ അതിൽ ഗെയിമിങ് മാത്രമാണ്. അപ്പോൾ ഗെയിമിങ് ഇഷ്ടപ്പെടുന്നവർ ആ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പോളം മക്രോണി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. 2 കപ്പ് മക്രോണിയാണിത്. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള മക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം തളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒന്ന് ഇളക്കി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. മക്രോണി വേകുന്ന വരെ നമുക്ക് സേമിയയും ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നെയ്യാണ്. ടീസ്പൂൺ നെയ്യ്, 3 ടീസ്പൂൺ നെയ്യ് ഇട്ടാം. നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഇത് 2 വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരി വറുത്തെടുക്കാം. ഇനി ഇത് വറവായി വന്നിട്ടുണ്ട്. നമുക്ക് മുന്തിരി ഇട്ടെടുക്കാം. ഫ്രഷ് മുന്തിരി കൊണ്ടാ നമ്മൾ തീരെ ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ 1 കപ്പ് സേമിയ വറുത്തെടുക്കാം. ഇട്ടെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. ഈ സേമിയ നന്നായിട്ട് വറുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. മക്രോണി കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മക്രോണി ഉണ്ടാക്കാം. അതിന് വേണ്ടി പഞ്ചസാര നമുക്ക് ഇതിൽ കാരമൽ ഉണ്ടാക്കാം. 1 കപ്പോളം പഞ്ചസാര ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കാരമലൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ ഇങ്ങനെ കാരമലായിട്ട് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം വെച്ചെടുക്കാം. വെള്ളം ഇനി അങ്ങനെ കാരമലായി വന്നോളൂ കേട്ടോ. കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ചേർത്തെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പായസത്തിന്, നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ ഈ പായസത്തിന്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഏകദേശം 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കരിഞ്ഞ അടി പിടിക്കും. അപ്പോൾ ഇത് മിക്സ് ആക്കിയതോട് കൂടി നമുക്ക് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോകും കേട്ടോ.
അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ചേർത്ത് കൊടുക്കുമ്പോൾ ആ വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ സേമിയ കൂടി ഇടുമ്പോൾ കറക്റ്റ് പരുവായിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ പായസം. തിളക്കാനായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 5 ഏലക്കായ ഇനി ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സേമി ചേർത്ത് കൊടുക്കാം. പായസം തിളച്ചിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. Now let's mix it well. ഇതിൽ മധുരം കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഒരു 1/2 കപ്പോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പായസം റെഡി ആയിരിക്കും. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയൊക്കെ ഇതിന് മേലെ ഇട്ട് വെക്കാം. തീ ഓഫ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സജുവിൻ്റെ ചാനലും എൻ്റെ താത്താൻ്റെ ചാനലും താത്താൻ്റെ മൂത്ത മോൻ്റെ ചാനലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. Macroni Semiya Payasam is ready. So if you guys like this video, make sure you subscribe, like, share, comment for more daily videos. I will see you guys in the next one. Until then, take care and bye. Bye bye. Thanks for watching.